ഇന്ന് പറമ്പിൽ നിന്നും കുറച്ച് മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയും കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കിയാൽ എങ്ങനെയെന്ന് നോക്കിയാലോ. ഇലയെല്ലാം ഉള്ളി പെറുക്കി വാഷ് ചെയ്ത് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുരിങ്ങയ്ക്കായും ആക്കി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് ഇത്. നമ്മളിനി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്ത തുവരപ്പരിപ്പാണിത്. 2 ഗാർലിക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം 2 വിസിലടിച്ച് ഓഫ് ചെയ്യണം. 2 വിസിലടിച്ച് തുവരപ്പരിപ്പ് ഞാൻ കുക്കർ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് അതിനകത്തിലോട്ട് ഓയിൽ ഒഴിക്കുകയാണ്. നമ്മൾ കടുക് ഇടുക. നമ്മൾ ഇടുക. ചെറിയ ജീരകം കൂടി ഇടുക. കടുക്, ചെറിയ ജീരകം, 2 വറ്റൽമുളകും കൂടെ ഇടുക. കറിവേപ്പില. ഇതിലോട്ട് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഇതൊന്ന് വേണ്ടതിന് ശേഷം നമുക്ക് മുരിങ്ങയില ഇടാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയുമാണ്. മുരിങ്ങയില നല്ലോണം ഒന്ന് മുറിച്ചെടുക്കണം. നെക്സ്റ്റ് നമ്മൾ കൊച്ചുള്ളിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളി മുരിങ്ങയില നല്ലോണം വഴന്നതിന് ശേഷമാണ് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടത്. ഇത് നല്ലോണം വഴരണം. ഇതിൻ്റെ കൂടെ തന്നെ മുരിങ്ങയ്ക്കായും കിടന്ന് വഴറ്റിയിട്ട് നമ്മൾ മൺചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഒരു നാടൻ ടേസ്റ്റ്. 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക. ഞാൻ നാച്ചുറൽ മസാലയാണ് ഉപയോഗിക്കുന്നത്. അതായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ മസാലസ് എല്ലാം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. മസാല പച്ചമണം എല്ലാം മാറി കഴിയുമ്പോൾ നമ്മളിതിലോട്ട് തക്കാളി ചുറ്റും ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കും. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്ത് പിടിക്കാതെ ഞാൻ ഇതിനകത്ത് ഒരു 3 തക്കാളി ചേർത്തിട്ടുണ്ട്. പുളി വേണമെങ്കിൽ പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞ് കുറച്ച് ഒരു 2 സ്പൂണ് പുളിവെള്ളം കൂടി ഒഴിക്കാം. പക്ഷേ ഞാൻ ഇതിനകത്ത് നല്ല നാടൻ തക്കാളി കിട്ടിയതുകൊണ്ട് അതാണ് ചേർത്തത്. പുളിവെള്ളം ഉപയോഗിച്ചില്ല. ചൂട് നമുക്ക് ആഡ് ചെയ്യാം. തക്കാളി നല്ലതായിട്ട് വെന്തുടങ്ങിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സാമ്പാർ വെന്ത ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. എല്ലാം ഒരു പരിവുമായി ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തക്കാളിയെല്ലാം നല്ലതായിട്ട് ഉടഞ്ഞു ചേർന്നു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചേക്കുന്ന തുവരപ്പരിപ്പ്. ബോയിൽഡ് വാട്ടർ ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ ബോയിൽഡ് വാട്ടറാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് വെക്കണം. അത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. തിളപ്പിച്ച വെള്ളം. മുരിങ്ങയിലയുടെ ഗുണത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ആരുടെയും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം മുരിങ്ങയിലേക്ക് അതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, പിന്നെ കാൽഷ്യം, അയൺ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ന്യൂട്രിയൻറ്റ് ലീഫാണ് മുരിങ്ങയില. അപ്പോൾ ഞാനാണെങ്കിൽ എവിടെ പോയാലും ഏതെല്ലാം വീടുകളിലായാലും അതൊക്കെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴോ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ പോയി പറിച്ചുകൊണ്ട് വരും. ഇപ്പം എൻ്റെ ഗാർഡനിൽ തന്നെ ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ സന്തോഷമായി.
എന്നും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും കാണത്തില്ലായിരിക്കും. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാർ വെക്കണം എന്നൊക്കെ തോന്നുമ്പോഴായിരിക്കും നമ്മൾ ഇപ്പം മഴക്കാലമാണ്, മീനൊന്നും കാണത്തില്ല. പെട്ടെന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ നോക്കുമ്പോൾ എല്ലാ സാധനം നമ്മൾ കേരളീയർ എന്ന് പറഞ്ഞാൽ എല്ലാ പച്ചക്കറികളും ഇട്ട് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറികൾ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. ഒരു പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോ ടേസ്റ്റാണെന്നുള്ള മനസ്സിലാവും. ടേസ്റ്റിനെക്കാട്ടിലുപരി ഏറ്റവും പോഷകസമൃദ്ധമായിട്ടുള്ളതാണ് മുരിങ്ങയില. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി, അതൊരു ശകല ഉപ്പും കൂടെ ചേർത്താക്കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി ഇല്ലേ സാമ്പാർ വെക്കാൻ പച്ചക്കറി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അന്നേരം മനസ്സിലാവും ഏറ്റവും നല്ല ഒരു സാമ്പാറാണെന്ന് മനസ്സിലാവും. എല്ലാ പച്ചക്കറി ഇട്ട് വെക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ്. നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം. നല്ല സാമ്പാറാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വിഭവമായിട്ട് ഞാൻ ഇന്ന് വരുന്നത് വരെ ബൈ.